നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരിയെ നേരിടാൻ UAE-യിൽ ശക്തമായ മുന്നേറ്റം. കോവിഡ് വാക്സിനേഷൻ നടപടികൾ ഊർജിതമായി തുടരുന്നു. ഇപ്പോൾ തന്നെ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 8,87,000 കടന്നു കഴിഞ്ഞു. റഷ്യയുടെ സ്പുട്നിക് വാക്സിന്റെ മൂന്നാം ഘട്ട പരീക്ഷണത്തിനും UAE-യിൽ തുടക്കമായി. കഴിഞ്ഞ ഡിസംബർ 23-ന് 84-കാരനായ അൽസലേം അൽ അലാദീദിയാണ് ആദ്യ ഡോസ് സ്വീകരിച്ചത്. അന്നു മുതൽ ആരംഭിച്ച വാക്സിൻ യജ്ഞത്തിന്റെ ഭാഗമായി ഇതുവരെ 8,87,696 പേർ വാക്സിൻ സ്വീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,000 പേർക്കാണ് UAE കോവിഡ് വാക്സിൻ നൽകിയത്. റഷ്യയുടെ സ്പുട്നിക് വാക്സിന്റെ മൂന്നാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണം അബുദാബിയിൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ സന്നദ്ധരായി എത്തുന്ന 500 പേരിലാണ് റഷ്യൻ വാക്സിൻ പരീക്ഷിക്കുന്നത്. ഇവർ 18 വയസ്സ് പിന്നിട്ടവരും ആരോഗ്യമുള്ളവരുമായിരിക്കണം. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ മറ്റ് രോഗങ്ങൾ ഉണ്ടായിരിക്കരുത്. മറ്റ് വാക്സിനുകൾ കുത്തിവെക്കാത്തവരും ആയിരിക്കണം. ഇന്ന് 2,950 പേർക്ക് കൂടി UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചു. 3 മരണവും സ്ഥിരീകരിച്ചു. മരണസംഖ്യ ഇതോടെ 697 2,218 പേർക്ക് ഇന്ന് രോഗം ഭേദമായി. മൊത്തം രോഗബാധിതർ 2,24,704 എത്തിയപ്പോൾ രോഗമുക്തർ 20,396 നിലവിൽ 22,611 പേരാണ് കോവിഡിന് ചികിത്സയിൽ കഴിയുന്നത്. കുവൈറ്റിൽ 495 പേർക്ക് കൂടി കോവിഡ് വാക്സിൻ സ്ഥിരീകരിച്ചു. ഇതോടെ മൊത്തം രോഗബാധിതരുടെ എണ്ണം 1,53,473 ആണ്. ഒപ്പം 244 പേർ രോഗമുക്തരായി. ബഹ്റൈനിൽ 349 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 199 പേർ രോഗമുക്തരായി. 2,650 പേർ ചികിത്സയിലാണ്. 12 പേരുടെ സ്ഥിതി ഗുരുതരമാണ്. വെള്ളിയാഴ്ച മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെ മരണം 353 91,630 പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയിരിക്കുന്നത്. സൗദിയിൽ 97 പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. 4 പേർ മരിച്ചു. കഴിഞ്ഞ 8 മാസത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണ് ഇത്. 171 പേർ കോവിഡ് മുക്തരായി. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം ആകെ 3,55,208 ആയി. രോഗം ബാധിച്ചവരുടെ എണ്ണം 3,63,582 ആയി. ഇതുവരെ 6,282 പേർ മരിച്ചു. നിലവിൽ ചികിത്സയിലുള്ളത് 2,092 പേരാണ്. ഖത്തറിൽ 195 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 139 പേർ മുക്തരായി. 1,47,465 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. 1,42,453 പേർ രോഗമുക്തരായി. വെള്ളിയാഴ്ച ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു. വാക്സിനേഷൻ ഊർജിതമായ നിലയ്ക്ക് എത്രയും വേഗം രാജ്യം കോവിഡ് മുക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.